നമ്മൾ ഇന്ന് ടാറ്റയുടെ ഷോറൂമിലാണുള്ളത്. നമ്മുടെ വണ്ടി ഡെലിവറി ചെയ്യാൻ പോകണം. അതായത് വണ്ടി നമ്മൾ എടുക്കാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വണ്ടി കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളിവിടെ എത്തിയ വരെയുള്ള വിശേഷങ്ങൾ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് വണ്ടി കാണാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിജയ് ലൈവ് ഡയറി. അപ്പോൾ 2 മാസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും വീഡിയോ ഷൂട്ട് ചെയ്യാണ്. ഇതിനുള്ള മെയിൻ റീസൺ നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ കൂടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ലാപ്ടോപ്പ് ക്രാഷായി. എല്ലാ വീക്കിലും നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന വീഡിയോസിന് ഒരു ബ്രേക്ക് വന്നു. അതും 2 മാസത്തേക്ക്. നമുക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ഓൾറെഡി നല്ലോണം വീഡിയോ ബാക്കപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചതിച്ചു നമ്മളെ. ലോക്ക്ഡൌൺ കാരണം നമുക്ക് ഇതുവരെയായിട്ടും ലാപ്ടോപ്പ് ശരിയാക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ പാർട്സ് അവൈലബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആണ്. ഇപ്പോഴും നമ്മൾ അതിന്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തുകൊണ്ട് വീഡിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. എന്ത് ചേട്ടായി പറയൂ. ഇന്ന് നമ്മുടെ യൂട്യൂബ് വരുമാനം ഉപയോഗിച്ച് നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോവാണ്. മതി തള്ളി മറിക്കണ്ട. ഓക്കെ, നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോവാണ്. ഓക്കെ, യൂട്യൂബ് വരുമാനമൊക്കെ വെറുതെ തള്ളാണ്. ആഗ്രഹങ്ങളാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ്. ഓക്കെ, അപ്പോ നമ്മൾ കുറെ കാലമായിട്ട് നമ്മള് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ പണ്ട്, അത് അച്ഛനും അമ്മയും ഒക്കെ വന്ന് നമ്മളൊരു സെലിബ്രേഷൻ ആയിട്ട് നമ്മളൊരു കാറ് വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്രീമാണ്. പക്ഷെ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കൊറോണ സീസൺ ആണ്, ലോക്ക്ഡൌൺ ആയി. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അച്ഛനും അമ്മയ്ക്കും. അപ്പൊ അവരെയും കൊണ്ട് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഒരു സെലിബ്രേഷൻ നടത്തുക, അതേം പുറത്തൊക്കെ കൊണ്ടുപോവുക, അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയണത് തന്നെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് വാങ്ങിക്കാം എന്ന് വരെ നമ്മൾ പ്ലാൻ ചെയ്തു. പക്ഷേങ്കില് നമ്മൾ നാട്ടിലേക്ക് പോണതും ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണതും അങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ കാരണം നമുക്ക് എന്താ പറയാ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും മാത്രമാണ് നമ്മൾ ഇന്നിപ്പോ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത്. അതെ, വളരെ സന്തോഷമുള്ള ദിവസമാണെങ്കിലും ചെറിയല്ല നല്ലൊരു വിഷമം തന്നെയുണ്ട്. കാരണം വിചാരിച്ചോളൂ നടന്നില്ല. ഇപ്പൊ Q&A സെഷനിൽ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഡ്രീം കാർ എന്ന് പറയുന്നത് ക്വിഡ് ആണെന്ന്. അപ്പൊ ക്വിഡിൽ നിന്നും ഞങ്ങൾ ഡ്രീം കാർ ക്വിഡ് ആയിരുന്നില്ല, റേഞ്ച് റോവറാണ് പറഞ്ഞത്. പക്ഷെ ക്വിഡും ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്ന സംഭവമാണ്. കാരണം അത് കുറച്ച് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയായിരുന്നു. പിന്നെ അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ നല്ല ഹൈ ആയിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പഠനം നടത്താതെയാണ് ഞങ്ങളത് ഫിക്സ് ചെയ്ത്. കണ്ടപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ക്വിഡ് ഡിസൈഡ് ചെയ്യണത് അങ്ങനെ ബേസിക് നോളജ് ഒന്നും ഇല്ലാണ്ടേ ആയിരുന്നു. നല്ല ഭംഗിയുള്ള കാറ് എന്നുള്ള രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ ചേട്ടൻ അതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസും പിന്നെ എന്തൊക്കെയായിരുന്നു? മെയിൻ ആയിട്ട് ബഡ്ജറ്റ് തന്നെ. കാരണം നോക്കുമ്പോൾ റേറ്റ് വളരെ കുറവാണ് മറ്റു കാറുകൾക്ക് അപേക്ഷിച്ച്. അപ്പൊ സ്വാഭാവികമായി നമ്മള് ആലോചിക്കുക ഒക്കെ വളരെ കുറഞ്ഞ റേറ്റില് വണ്ടി കിട്ടുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ചായ്വ് അങ്ങോട്ടേക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മൾ അന്വേഷിച്ചു, നാട്ടിലുള്ളവരായിട്ടും കുറച്ച് പേരായിട്ടൊക്കെ അന്വേഷിച്ചു. അപ്പൊ അവരും കിട്ടിനെ കുറിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞില്ല. വേറെ മറ്റു കാറുകളാണ് അവർ സജസ്റ്റ് ചെയ്ത്. പിന്നെ ഗ്രാജുവലി ഞങ്ങൾ കാർ മോഹം ഉപേക്ഷിച്ചു. പിന്നെ അത് വീണ്ടും മറന്നുപോയി. പിന്നെ വീണ്ടും അതിനു മുന്നേ ഞങ്ങൾ പറയാൻ വിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അതെ, നമ്മളൊരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഏകദേശം 1.5 കൊല്ലം മുന്നേ തോന്നുന്നു അല്ലെ, 1-2 കൊല്ലം മുന്നായിട്ട് നമ്മൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് വളരെ മുന്നേ തൊട്ടിട്ട് ഞങ്ങൾ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, ഒരു സൂപ്പർ ബൈക്ക് എന്നുള്ള മോഹം. അതെ, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയായിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് അന്നേ അറിയായിരുന്നു. കാരണം ഇത് സൂപ്പർ ബൈക്ക് ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യില്ല. കാരണം നമുക്ക് കാറില്ലാത്ത ഒരാൾ ഇത്രയും പൈസ കൊടുത്ത് നമ്മൾ ബൈക്ക് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് സപ്പോർട്ട് കിട്ടില്ല. പിന്നെ നമ്മുടെ ഒരു സന്തോഷം മാത്രമാണ് ആ ബൈക്കിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അന്നേ ആലോചിച്ചു ഈ സേവിങ്സ് എന്തായാലും കാറിൽ തന്നെ വന്ന് എത്തുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ വന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ കാറ് വേണ്ടാന്ന് വെച്ചെങ്കിൽ നമ്മൾ ചെറിയൊരു അടി ഉണ്ടായിട്ട് കാറ് വാങ്ങിക്കാൻ തീരുമാനമായിട്ട് അവസാന നിമിഷം പറഞ്ഞു കാർ ഇപ്പൊ വേണ്ട. അല്ലെങ്കിൽ അന്ന് ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു ഇനി കാർ വാങ്ങിയിട്ട് പ്രശ്നമില്ല, ഞാൻ എന്റെ ബൈക്ക് വാങ്ങിക്കാൻ തന്നെ പോവാണ്, സേവിങ്സ് മൊത്തം ബൈക്കിലോട്ട് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് പോയി. സേവിങ്സ് എന്നും ഉണ്ടായിരുന്നു, ഒന്നല്ലെങ്കിൽ ഒന്ന് എന്നുള്ള രീതിയിൽ സേവിങ്സ് എന്നും ഉള്ളതാണ് നമുക്ക്. അപ്പൊ വീണ്ടും നമ്മൾ നാട്ടിലോട്ടും ബൈക്കിനൊക്കെ പോകുമ്പോൾ KSRTC ബസ്സിലായാലും നമുക്ക് ലഗേജ് കൊണ്ടുവരാനും മറ്റു കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിലും അമ്മ പറഞ്ഞു എന്തിനാ ബൈക്ക് വാങ്ങിക്കണം, ആ പൈസ കൊണ്ട് കാറ് വാങ്ങിച്ചോളും, സൂപ്പറായിട്ട് നമുക്ക് നാട്ടിൽ പോയി വന്നൂടെ, കുറെ ലഗേജ് കൊണ്ടുപോകാലോ. സ്വാഭാവികമായിട്ട് എല്ലാവരും പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അന്നേ ഞാൻ തീരുമാനിച്ചു ഓക്കെ വീണ്ടും അതേ ട്രാക്കിലോട്ടാണ് വരുന്നത്, കാറാണ് കയറി വരുന്നത്, ബൈക്ക് പിന്നോട്ട് പോവാണ്.
അതേപോലെ തന്നെ സംഭവിച്ചു. നമ്മൾ വീണ്ടും കാർ എടുക്കാൻ തീരുമാനമായി. വീണ്ടും സൂപ്പർ ബൈക്കിന് നമ്മൾ സൈഡിലേക്ക് ഒതുക്കുകയാണ് ചെയ്യണേ. അത് സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി ഒക്കെ ആയിട്ട് കമ്മിറ്റ്മെന്റ്സ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇതൊക്കെ നോക്കണല്ലോ. കാരണം ഈ സൗകര്യം കൂടി നോക്കണ്ടേ. നമ്മൾ ഇഷ്ടം മാത്രം നോക്കിയിട്ട് ബൈക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല കാര്യങ്ങള്. അതായത് നമ്മള് ബൈക്ക് വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആള് ഒരിക്കലും വിചാരിക്കാത്ത രീതിയിൽ ഇതിന്റെ കഥയൊക്കെ പിന്നെ പറയാട്ടോ. ഇതൊക്കെ പറഞ്ഞു വന്നു ചോദിച്ചിട്ടുണ്ടല്ലോ തീരില്ല. ഈ ചേട്ടനുണ്ടല്ലോ ടാറ്റേനെ വെറുത്തിരുന്ന മനുഷ്യൻ. ഇതെങ്ങനെയാണ് ടാറ്റയിൽ എത്തിയത്, നമ്മളെങ്ങനെയാണ് ടാറ്റ ആൾട്രോസ് വാങ്ങിച്ചത്, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ പറഞ്ഞവര് അതെ, അത് വളരെ ലെങ്തിയും വീഡിയോ കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു സംഭവത്തില് നടന്നതെല്ലാം നമ്മളൊട്ടും വിചാരിക്കാത്തതാണ്. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ച കാര്യങ്ങളാണ് പക്ഷെ നമ്മളിലേക്ക് എത്തിച്ചേർന്നത്. ഈവൻ കാറിന്റെ കളർ പോലും. അപ്പൊ നമ്മള് എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് നമ്മൾ റിവ്യൂലോ ഇല്ലെങ്കിൽ വേറൊരു ചിറ്റാറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് കാറ് ഡെലിവറി ചെയ്യണതിന്റെ ചടങ്ങുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു 11 മണിയാകുമ്പോൾ ഷോറൂമിലേക്ക് എത്താനാണ് അവർ വിളിച്ച് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചൊക്കെ വേണം പോകാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ സ്കൂട്ടറിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാൾ കാറിൽ വരണം, ഒരാൾ സ്കൂട്ടറിൽ വരണം. അപ്പൊ രസം അങ്ങോട്ട് കളയാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഒരുമിച്ചാണ് നമ്മൾ കാറിനെ ഇവിടേക്ക് അണിയിച്ചു കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മള് എന്തായാലും ഓല വിളിച്ചിട്ട് ഓല ഓട്ടോ ഇപ്പൊ സേഫ് ആണെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ എന്തായാലും സാനിറ്റൈസറും മാസ്കും എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് നമ്മളിത് കാർ എടുക്കാൻ വേണ്ടിട്ട് ഷോറൂമിലേക്ക് പോവാണ്. അതെ, അപ്പൊ ബാക്കി വിഷയങ്ങൾ നമുക്ക് അവിടെ വെച്ച് കാണാം, അല്ലെങ്കിൽ വരുന്ന വഴിക്ക് കാണാം. അപ്പൊ നമുക്ക് പോവാം. കാറിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ പറഞ്ഞ പോലെ അവിടുത്തെ വിഷ്വൽസ് ഒന്നും അധികം കാര്യമായിട്ടൊന്നും എടുത്തില്ല. പറഞ്ഞ ടെൻഷൻസ് ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ വണ്ടിയൊക്കെ കിട്ടി. പിന്നെ കുറച്ച് നമ്മൾ ഓർഡർ ചെയ്ത മാറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ വേറൊരു മാറ്റ്, അതായത് ഡീഫോൾട്ട് മാറ്റ് വരുന്നുണ്ട്. വേറൊരു 3D ടൈപ്പ് മാറ്റ് നമ്മൾ പറഞ്ഞിട്ട് അത് സ്റ്റോക്കിൽ വന്നിട്ടില്ല. കാരണം ഈ കൊറോണ കാരണം ഒന്നും വരുന്നില്ല പ്രോപ്പറായിട്ട്. അപ്പം അതൊക്കെ കുറച്ച് പെൻഡിങ്ങിലാണ്. ബാക്കിയൊക്കെ വണ്ടി കുഴപ്പമില്ലല്ലേ. കുറേ കാര്യങ്ങളുണ്ട്, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. നമ്മൾ ആൾട്ടോ മാത്രം ഓടിച്ചു നിന്നിട്ടേ ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൾട്ടോയിലെ വൈപ്പർ തന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കണം. അതിന്റെ ഇടയിലാണ് ഇതിന്റെ വൈപ്പർ എവിടെ ട്രോളിലൊക്കെ കാണുന്ന പോലെ ബ്രേക്ക് എവിടെ അങ്ങനെ. പിന്നെ പുഷ് ബട്ടൺ ഒക്കെയാണ്. അപ്പൊ അതിന്റെ കുറച്ച് അതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ. പിന്നെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിൽ കുറെ ഉണ്ട് ഫീച്ചേഴ്സ്. അപ്പൊ അതും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു എന്താ പറയാ ഒരു വേറെ വീഡിയോ ബൈക്ക് അപ്പോൾ എന്തായാലും നമുക്ക് കാറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ അതിന്റെ റിവ്യൂ ഒക്കെ നമ്മൾ പിന്നെ അടുത്ത വീഡിയോ ഇടാം. കാരണം ഇത് തന്നെ ഇപ്പൊ കുറെ ലെങ്തി ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് റിവ്യൂ ആയിട്ട് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ദൂരമൊക്കെ ഓടിച്ചിട്ട് വേണമല്ലോ പറയാനായിട്ട്. ചുമ്മാ കയറി നിന്നിട്ട് ആദ്യത്തെ ഒരു ഇംപ്രഷൻ നമുക്ക് പറയുന്നത് ശരിയല്ല. അപ്പൊ ആരെങ്കിലും വണ്ടി എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് വഴി അറിയിക്കുക. അപ്പൊ ഞങ്ങൾ അതിന് വേണ്ട രീതിയിൽ ഞങ്ങൾ നോക്കിയിട്ട് സത്യസന്ധമായ അഭിപ്രായങ്ങൾ ഞങ്ങൾ പറയാം. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ ഓൾട്രോസിനെ കുറിച്ച് ഞങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുത്ത റിവ്യൂല് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ അറിഞ്ഞു ചോദിച്ചാൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതെ, കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മള് കാറിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാള് വണ്ടി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന കുറെ കൺഫ്യൂഷൻസും കുറെ ഡൗട്ടുകളൊക്കെയാണ് എനിക്ക് കുറെ ക്ലിയർ ആയത് അല്ലേ.
അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് പറഞ്ഞുതരാൻ പറ്റും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇവിടെ നിന്ന് എടുക്കാൻ നോക്കിയപ്പോഴാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്ന കുറെ തട്ടിപ്പുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് ചേട്ടൻ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയാ, ഏകദേശം 3 മാസം ലോക്ക്ഡൌണിൽ മൊത്തം ഇരുന്ന് റിസർച്ച് ചെയ്തിട്ടുണ്ട്. കുറെ പേരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവരുടെ ഗ്രൂപ്പിൽ കുറെ ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ കുറെ അറിവുകളുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞങ്ങളതൊക്കെ ഷെയർ ചെയ്യാന്ന് വിചാരിക്കണു. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ പറഞ്ഞു ചോദിച്ചാൽ അത് ഒന്ന് ക്രിസ്പ് ആക്കിയിട്ട് കുറച്ച് ഷോർട്ടൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ പിന്നെ എല്ലാം വാരി വലിച്ച് പറഞ്ഞ് കൊളാക്കണ്ടല്ലോ, ബോറായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളൊന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് ക്രിസ്പ് ആയിട്ട് ഒന്ന് ഒരു 10-20 മിനിറ്റിനുള്ളിൽ ഒതുക്കുന്ന ഒരു വീഡിയോ ആക്കാം നമുക്ക്. ഇല്ലെങ്കിൽ ചിലപ്പോ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ടല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പറയണത് കേട്ടോ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഈ കാർ എടുക്കാനുള്ള മെയിൻ റീസൺ നമുക്ക് നാട്ടിൽ പോകണം. അപ്പോൾ നാട്ടിൽ പോകാനുള്ളത് ഞങ്ങൾ ഈ വീഡിയോ ഇടുന്നതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ നമ്മൾ നാട്ടിൽ പോകുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ അതിന്റെയും വീഡിയോ, അപ്പൊ അതൊരു ലോങ് ഡ്രൈവ് ആയിരിക്കും. അതിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും ബെസ്റ്റ് അല്ലേ. അതിന്റെ ഒരു 100-200 കിലോമീറ്റർ ഓടിച്ചിട്ട് റിവ്യൂ പറയുന്നില്ല യാതൊരു അർത്ഥമില്ല. അപ്പൊ ഇവിടുന്ന് നാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം 500 കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു 500 കിലോമീറ്റേഴ്സ് ഓടിച്ചതിന്റെ റിവ്യൂ പറയണതായിരിക്കില്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ലോങ് ഡ്രൈവ് എക്സ്പീരിയൻസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം അല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പറഞ്ഞ മാതിരി കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. സീ ബൈ.